ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓയിൽ ചേഞ്ചാണ്. ഓയിൽ ചേഞ്ചിൻ്റെ ഇടയിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്. ഒരു അൾട്ടോ 800ൻ്റെ ഓയിൽ ചോർത്തിയപ്പോൾ കണ്ടൊരു കാര്യമാണ്. ഓയിൽ മാറ്റിയ കാലം പോലും ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കസ്റ്റമറോട് ചോദിച്ചപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ട, ഈ ഓയിൽ വരുന്നത് ഇതിൻ്റെ ഉള്ളിലും 3 ലിറ്റർ ഓയിലാണ് വരിക. 3 ലിറ്റർ ഓയിൽ ചോർത്തിയപ്പോൾ തുടങ്ങിയ വരവാ. ഓയിൽ തീർന്ന് പാത്രം ഒഴിവാക്കേണ്ട ടൈം കഴിഞ്ഞ്, പക്ഷേ ഓയിൽ ഇപ്പോഴും ഇറ്റിക്കൊണ്ടിരിക്കണമെന്ന് അത്രയും കട്ടിയായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഓടി കണ്ട അത്രയും ഡാറ് മാതിരി ചോക്ലേറ്റ് മാതിരിയായിപ്പോയി. ഈ ഓയിൽ ചേഞ്ച് വഴുകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് ഇതിൽ കിട്ടുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സ്റ്റെയിനർ ബ്ലോക്കായി ഹെഡിന് ഡാമേജ് വരും. എൻജിൻ തന്നെ കംപ്രഷൻ കിട്ടാത്ത പ്രശ്നം വരും. കംപ്രഷൻ റിൻസ് ഇതുപോലെ ഈ ഡാറുമാതിരി നിൽക്കുന്നതൊക്കെ ഈ റിൻസിലൊക്കെ കയറി റിൻസ് സ്റ്റെക്കായിട്ട് നിന്ന് അങ്ങനെ എൻജിൻ പണി ഏത് നിമിഷം ഇനി വരും. ഇനി എത്ര നല്ല ഓയിൽ ഒഴിച്ചിട്ടും കാര്യമില്ല. എന്തായാലും ഈ ഓയിൽ മൊത്തം ഒന്ന് ചോർത്തി ഫ്രഷ് ചെയ്ത് എത്ര കാലം പോകുമെന്ന് ചോദിച്ചു. ഒരു ഐഡിയ ഇല്ല. പോകണോടത്തോളം പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വണ്ടി വേറെ ആർക്കെങ്കിലും ചാമ്പ് വരും. എന്തായാലും ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. നമ്മൾ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോഴും ഒന്ന് ഓയിൽ ഇതുപോലെ മാറ്റാതെ ഓടിയതാണെന്നുണ്ടെങ്കിൽ ഓയിൽ സ്റ്റിക്കിൽ നോക്കിയാൽ തന്നെ ഈ ഒരു കനം നമുക്ക് മനസ്സിലാവും. അതേമാതിരി ഓയിലിൻ്റെ മേലത്തെ വാൾ കവറിൻ്റെ ടോപ്പ് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ കാണാം ഓയിൽ ടൈമിൽ മാറ്റാത്തതാണോ എന്നുള്ളത്. ഇതുപോലെ ഈ കറ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതാണ് അവസ്ഥ. ഒരു ഓയിൽ കറക്റ്റ് ടൈമിൽ 10,000 കിലോമീറ്ററിലാണ് ചുരുങ്ങിയത് ഒരു ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട പീരീഡ്. 10,000 ഇല്ലെങ്കിൽ ഒരു 8,000 മാറ്റിയാൽ അത്രയും വൃത്തിയാണ് എന്ന സ്ഥാനത്ത് 10,000 കിടന്ന് 20,000 ആയിട്ടുണ്ടാവണം. ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ 20 വേണ്ട, 15,000 കിലോമീറ്റർ എക്സ്ട്രാ, 5,000 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയാൽ തന്നെ ഇങ്ങനെ ആവും. ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഒന്ന് അയച്ചു നോക്കട്ടെ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ. അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ഓയിൽ പമ്പ് ചെയ്ത് മേലേക്ക് കയറുന്നുണ്ടെന്ന് പടച്ചോനറിയാം. എന്തായാലും ഓയിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഇതന്നെയാണ് അവസ്ഥ. നമുക്ക് ആലോചിക്കാനുള്ളൂ. ഓയിൽ ഫിൽറ്റർ ഇതണ്ട, ഓയിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ വരുന്ന ഇല്ല, അതിൻ്റെ ഉള്ളിൽ കട്ട പിടിച്ച് കിടക്കുക. ആ ഫിൽറ്ററിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ച മതി നിൽക്കുക ഓയിൽ. ഇവിടത്തെ ഇവിടെ നിന്ന് കൈ കൊണ്ട് കാണിച്ചു തരാം. വിരലുമ്മൽ ഇതിമെന്ന് എടുത്ത് ഇങ്ങനെ വരണ്ടി എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഫിൽറ്റർ വിഷ്ണുവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇതണ്ട എന്താ പ്രതി. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുന്നു. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി, പക്ഷെ ഓയിൽ ചേഞ്ച് കറക്റ്റിൽ നോക്കിയിട്ടില്ലാണ്ടെങ്കിൽ ഒന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇഞ്ചിൻ്റെ അകത്തൊക്കെ തന്നെയാണ് അവസ്ഥ. എൻജിൻ ഫ്രഷ് ഒഴിച്ച് നമ്മൾ എൻജിൻ ഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ഓയിൽ മാറ്റുക, അതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. എൻജിൻ വർക്ക് വരുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ മറക്കാതിരിക്കുക. നമുക്ക് ഓയിൽ ചേഞ്ച് നെക്സ്റ്റ് സർവീസിൻ്റെ ഒക്കെ സ്റ്റിക്കറുകൾ കിട്ടും. അതൊക്കെ നമ്മൾ വാങ്ങിച്ച് വണ്ടിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സർവീസിൻ്റെ ടൈം മറക്കാതെ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഓയിൽ ചേഞ്ച്. ബാക്കിയുള്ള എല്ലാ വർക്കും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കംപ്ലയിൻസൊക്കെ നമുക്ക് മനസ്സിലാവും. ഓരോ ഫ്രണ്ടിൽ നിന്ന് ഓരോ നോയ്സൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഓയിൽ ചേഞ്ചിൻ്റെ കാര്യം നമ്മൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ അത് എൻജിൻ്റെ ഉള്ളിലുണ്ടാവുന്ന അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല. എൻജിൻ നോയ്സൊന്നും നമുക്ക് മനസ്സിലാവില്ല, ചിലവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് മറക്കാതെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാം.